പ്രിയമുള്ളവരെ, കേരള നിയമസഭാ ഇലക്ഷന്റെ പോസ്റ്റ് പോൾ സർവേകൾ പുറത്തായി എന്ന രീതിയിൽ ചർച്ചകൾ വരുന്നുണ്ട്. എക്സിറ്റ് പോൾ പോലെയല്ല പോസ്റ്റ് പോൾ. അത് വോട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളെ കണ്ട് എടുക്കുന്ന സർവേയാണ്. അതുകൊണ്ട് തന്നെ വളരെ അക്യുറേറ്റ് ആയിട്ട് വളരെ കൃത്യമായ വിവരം എത്ര സീറ്റുകൾ കിട്ടുമെന്നും ഒക്കെ മാധ്യമങ്ങൾക്ക് പ്രവചിക്കുവാൻ കഴിയാറുണ്ട് കാലാകാലങ്ങളായി. ചില അപൂർവ സമയങ്ങളിൽ മാത്രമേ അത് തെറ്റാറുള്ളൂ. ആ റിസൾട്ടുകൾ ഇപ്പോൾ ചോർന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് ആ റിപ്പോർട്ടുകൾ ചോർന്നു കിട്ടി എന്ന വാർത്തയാണ് പ്രധാനമായും ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ചർച്ചയാകുന്നത്. ആസാമിൽ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് 29-നാണ് ആസാമിൽ ഇലക്ഷൻ കഴിയുക. അതിനുശേഷം മാത്രമേ പോസ്റ്റ് പോൾ റിസൾട്ടുകളൊക്കെയും പ്രസിദ്ധീകരിക്കാവൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കർശന നിർദ്ദേശമുണ്ട്. കാരണം ആ സ്ഥലങ്ങളിലൊക്കെയും വോട്ടിൻ്റെ ഈ റിസൾട്ട് ഒരുപക്ഷെ പ്രസിദ്ധീകരിച്ചാൽ സ്വാധീനിക്കും ആളുകളെ എന്നൊക്കെയുള്ള ധാരണ വെച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന ലോക്സഭാ ഇലക്ഷൻ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ എവിടെ ജയിക്കും എവിടെ തോക്കുമെന്നൊക്കെ നോക്കി ആളുകൾ വോട്ടിടും. പക്ഷേ ആസാമിലെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബംഗാളിലെയും ഒക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ഇവിടെയില്ല. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അവിടെ ശക്തിയുമില്ല. അപ്പോൾ ഇത് എത്രത്തോളം ആ വോട്ടിനെ സ്വാധീനിക്കും എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതിൽ സംശയമുണ്ട്. എങ്കിലും എന്തായാലും ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അവകാശം നൽകിയ 29-ന് മുമ്പ്, ഏപ്രിൽ 29-ന് മുമ്പ് അതിൻ്റെ റിസൾട്ടുകൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാർക്ക് ചോർന്നു കിട്ടി എന്ന മാധ്യമ വാർത്തകളും ചർച്ചകളും ഒക്കെ തലസ്ഥാനത്ത് പൊടിപൊടിക്കുന്നുണ്ട്. അതാണ് UDF ക്യാമ്പിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആവേശം കൂടുന്നത് എന്ന വിശകലനങ്ങൾ വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ വ്യക്തമായ മെജോറിറ്റി ദേശീയ മാധ്യമങ്ങൾ ഇതിൽ പ്രവചിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകളുടെയൊക്കെ ഫാൻസ് ഗ്രൂപ്പുകൾ, അവരുടെ ബ്രിഗേഡ്, നമുക്കറിയാവുന്നതുപോലെ KS ബ്രിഗേഡ്, KC വേണുഗോപാൽ ബ്രിഗേഡ്, സതീശൻ ബ്രിഗേഡ്, രമേശ് ചെന്നിത്തല ബ്രിഗേഡൊക്കെ കോൺഗ്രസ്സിലുണ്ട്. അവരുടെ നേതാക്കന്മാരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ അഭിനന്ദനങ്ങളും അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങളും കൊണ്ടൊക്കെ പൊതിയുന്ന ഒരു ഏർപ്പാടുണ്ടായിട്ടുള്ളത്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയാകാൻ അഭികാമ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഇന്ന് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രമേശ് ചെന്നിത്തല കേരള യാത്ര സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മറ്റു ചില വ്യാഖ്യാനങ്ങൾ വരുന്നത് അദ്ദേഹം തുടങ്ങുന്ന ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിൻ്റെ പേരാണ് കേരള യാത്ര എന്നാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെ വരുവാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും UDF വ്യക്തമായി ഭൂരിപക്ഷം ഉറപ്പിക്കുന്നു മിക്ക ദേശീയ മാധ്യമങ്ങളുടെയും പോസ്റ്റ് പോൾ റിസൾട്ടിൽ എന്ന വാർത്തയാണ് പ്രധാനമായും നിറഞ്ഞു. ഏകദേശം 100 അല്ലെങ്കിൽ അതിനധികം സീറ്റുകൾ നേടിയാൽ സതീശൻ മുഖ്യമന്ത്രിയാകും എന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത് 75-85 സീറ്റേ UDF നേടുമെന്ന്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും 10 വർഷം നിലവിലുണ്ടായിരുന്നവർ ഗവൺമെൻറ്റിനെതിരെയുള്ള സ്വാഭാവികമായ ചില നീരസങ്ങളുടെ പേരിൽ 75-85 സീറ്റ് കഷ്ടിച്ചൊപ്പിച്ചു എന്ന് പറയുന്നതിൽ വലിയ ഒരു അവകാശവാദം പ്രതിപക്ഷ നേതാവിനെ ഉന്നയിക്കുവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വേറൊരാളെ, രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലിനെ ഒക്കെ മുഖ്യമന്ത്രിയായി പരിഗണിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയേക്കാം. പക്ഷേ വളരെ കൃത്യമായിട്ട് 100 അതിനു മുകളിലേക്ക് സീറ്റുകളിലേക്ക് പോയാൽ, നേരത്തെ അവകാശപ്പെട്ടിരുന്നതാണ് 100 സീറ്റിന് അധികം നേടിയില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്നൊക്കെ സതീശൻ. അങ്ങനെയാണെങ്കിൽ സതീശൻ്റെ ഒരു കഴിവ് കൊണ്ട് നേടിയതാണ് എന്ന് ഹൈക്കമാൻഡ് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ സതീശൻ മുഖ്യമന്ത്രിയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നാണ് വിശകലനങ്ങളൊക്കെ വരുന്നത്. എന്തായാലും കോൺഗ്രസ് UDFും ഭരണം ഉറപ്പിക്കുന്നു എന്ന വിശകലനങ്ങൾ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കിട്ടുന്ന ചർച്ചകളിലുമൊക്കെ ഉരുത്തിരിയുന്ന യാഥാർത്ഥ്യവും അത് തന്നെയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് സംബന്ധിച്ച് പരമ്പരാഗതമായ CPM നിലനിർത്തി പോന്നിരുന്ന പല സീറ്റുകളും പിടിച്ചെടുക്കുവാൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കഴിയും എന്നൊരു യാഥാർത്ഥ്യം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ കോൺഗ്രസ് വലിയ ഒരു നേട്ടമുണ്ടാക്കും എന്നാണ്. കോഴിക്കോട് ജില്ലയിലാകമാനം തന്നെ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാകും. പക്ഷേ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുസ്ലിം ലീഗും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന വിശകലനം പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും തലശ്ശേരി ഒഴികെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലും, വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിലും UDF വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. ഷാഫി ഇഫക്റ്റും, ആ മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന ഷാഫി പറമ്പിൽ ഇഫക്റ്റും
ആ മണ്ഡലങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഒക്കെയും ചേർന്ന ഒരു വലിയ കെമിസ്ട്രി രൂപപ്പെട്ടിട്ടുണ്ട്. അത് യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടാക്കും എന്ന വിശകലനം പുറത്തു വരുന്നുണ്ട്. നമ്മൾ ഓരോ നിയമസഭാ മണ്ഡലങ്ങളുടെയും ഒന്ന് കണ്ണോടിച്ചാൽ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെയും പ്രഗത്ഭരാണെന്ന് കാണാം. കൊയിലാണ്ടിയിൽ പി കെ പ്രവീൺകുമാറാണ് മത്സരിക്കുന്നത്. അദ്ദേഹം അവിടെ വിജയിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. ടി ദാസനാണ് അവിടെ CPM സ്ഥാനാർത്ഥി. 5000-ൽ അധികം വോട്ടിൻ്റെ ലീഡ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫിന് ഉണ്ടായിരുന്നു എന്ന ഒരു കാര്യം കൂടി ഓർക്കണം. നാദാപുരത്തേക്ക് എത്തുകയാണെങ്കിൽ അവിടെ 2000 വോട്ടിൻ്റെ ലീഡ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. KM അഭിജിത്താണ് അവിടെ ഇപ്പോൾ മത്സരിക്കുന്നത്. അദ്ദേഹവും നല്ല മികച്ച സ്ഥാനാർത്ഥിയാണ്. ആ ഇഫക്റ്റും ഷാഫി പറമ്പിൽ ഇഫക്റ്റും ചേർന്നാൽ അവിടെ വിജയിച്ചു വരാം എന്ന ഒരു യാഥാർത്ഥ്യം ലീഗിനും കോൺഗ്രസിനുമുണ്ട്. മാത്രമല്ല അവിടെ മത്സരിക്കുന്ന CPI സ്ഥാനാർത്ഥി P വസന്തം ഒരു ആക്യുറേറ്റായ സ്ഥാനാർത്ഥി അല്ലായിരുന്നു എന്ന ഒരു നിരീക്ഷണം CPIക്കുമുണ്ട്. അത് ഒരുപക്ഷെ കോൺഗ്രസ് പിടിച്ചെടുക്കുവാൻ തന്നെയാണ് സാധ്യത. കുറ്റ്യാടിയും UDF തിരികെ പിടിക്കും എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പാറക്കൽ അബ്ദുള്ള കഴിഞ്ഞ ഇലക്ഷനിൽ വരെ 333 വോട്ടുകൾക്ക് മാത്രം കുഞ്ഞഹമ്മദ് കുട്ടിയോട് പരാജയപ്പെട്ട ആ മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന സ്ഥിതിവിശേഷമാണുള്ളത്. വടകരയിൽ KK രമ നിലനിർത്തും എന്ന സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. കൂത്തുപറമ്പിൽ ജയന്തി രാജനും ഒരുപക്ഷെ വിജയിച്ചേക്കാം. അവിടെ സ്വാഭാവികമായും LDFനാണ് സാധ്യത കൂടുതലുള്ളതെങ്കിലും PK പ്രവീൺ എന്ന് പറയുന്ന RJD സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ ജയന്തി രാജൻ കഴിഞ്ഞ പ്രാവശ്യം 9000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ LDF ജയിച്ചത്. അത് ഒരുപക്ഷെ പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പേരാമ്പ്രയിലേക്ക് പോവുകയാണെങ്കിൽ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന പേരാമ്പ്രയിലേക്ക് പോവുകയാണെങ്കിൽ കടുത്ത മത്സരം തന്നെയാണ് അവിടെ നിലനിന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൻ്റെ ഒരു വോട്ട് പാറ്റേൺ വെച്ച് ഒരുപക്ഷെ അവിടെ ഫാത്തിമ തഹ്ലിയ വിജയിച്ചു വരുവാനുള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. വ്യക്തിപ്രഭാവം കൊണ്ട് TP രാമകൃഷ്ണൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അവിടെ വിജയിച്ചു വരാമെന്ന് LDF വിലയിരുത്തുമ്പോൾ ജൻസി തലമുറയുടെ പുതിയ തലമുറയുടെ ഒരു വോട്ട് അത് ഫാത്തിമ തഹ്ലിയയ്ക്ക് അനുകൂലമായിരുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ സാമുദായിക ധ്രുവീകരണവും ഒക്കെയും ഫാത്തിമ തഹ്ലിയയ്ക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. LDF നടത്തിയ ചില പ്രചരണങ്ങൾ, അതായത് കൗമ് കുട്ടിയാണ് ഫാത്തിമ തഹ്ലിയയ്ക്ക് വോട്ടിടണം എന്ന് പറഞ്ഞ് LDF നടത്തിയ അനൗൺസ്മെൻറ്റ് അത് ഒരുപക്ഷെ TP രാമകൃഷ്ണന് പ്രതികൂലമായി അവിടെ ഭവിച്ചേക്കാം എന്ന വിശകലനങ്ങൾ തന്നെയാണ് വരുന്നത്. എന്തായാലും ആ മണ്ഡലത്തിൽ മാധ്യമ റിപ്പോർട്ടുകളും അവസാനം വന്ന മീഡിയ വണ്ണിൻ്റെ ഒരു എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളും ഒക്കെ കാണിക്കുന്നത് ടൈറ്റ് ഫൈറ്റ് ആയിരിക്കുമെന്നാണ്. ആർക്കാണ് വിജയം എന്ന് പറയുവാൻ കഴിയില്ല എന്നാണ്. പക്ഷേ പ്രാദേശികമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫാത്തിമ തഹ്ലിയയ്ക്ക് ചെറിയ ഭൂരിപക്ഷത്തിൽ അവിടെ കടന്നുകൂടാൻ കഴിയും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു വിവരം ഒരു 2000-3000 വോട്ടുകൾക്കകത്ത് ഫാത്തിമ തഹ്ലിയ ഒരുപക്ഷെ പേരാമ്പ്ര പിടിച്ചെടുക്കുമെന്നാണ്. അതായത് വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തലശ്ശേരി ഒഴിച്ച് വിജയിക്കുവാനുള്ളൊരു സാധ്യത UDF നിലനിർത്തുന്നു. അതുതന്നെ വടക്കൻ കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു തരംഗത്തിൻ്റെ മുഖം സൂചിപ്പിക്കുന്നു എന്ന വിശദീകരണം വരുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.